നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്കാവശ്യമായ സംഭാവനകൾ അയച്ചു തരിക, പരസ്യങ്ങൾ നൽകുക. തൊഴിലുറപ്പുമായി ബന്ധമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിൻ്റെ ഒരു ലേഖനം കേരള കൗമുദിയിൽ വായിക്കാനിടയായി. ശരിക്കും പറഞ്ഞാൽ ലേഖനം വായിച്ചപ്പോൾ എനിക്കും ഒരു അഭിമാനബോധമൊക്കെ ഉണ്ടായി. കാരണം കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നല്ലോ. അത് മിഷൻ ഡയറക്ടറുടെ ലേഖനമായിരുന്നു, ഒരു അഭിമുഖമായിരുന്നു. ഞാൻ വളരെ സന്തോഷിച്ചു. എന്നാൽ അതോടൊപ്പം തന്നെ അതിനു മുന്നേ ഈ ലേഖനം വരുന്നതിന് മുമ്പ് തന്നെ നിരവധി വീഡിയോകൾ തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികളുമായി ബന്ധപ്പെടുത്തി ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു തൊഴിലാളികൾ മാത്രമായിരിക്കും പ്രശ്നം, ജീവനക്കാരൊക്കെ വളരെ സേഫായി സുഖസമൃദ്ധമായി കഴിയുകയായിരിക്കും. എന്നാൽ ഈ ലേഖനമൊക്കെ വന്നതിന് ശേഷം നിരവധി ആളുകളാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയ മെസ്സേജുകൾ തന്നത്. സാർ, ഞങ്ങൾ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് സാർ ജോലി ചെയ്യുന്നത്, അടിയിൽ തീയിടുകയാണ് സാർ. എന്താണ് ഈ അഗ്നിപർവ്വതം, എന്താണ് തീയിടലെന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ് വളരെ രസകരമാണ് തൊഴിലുറപ്പ് പദ്ധതിയിലെ 4600-നും 5000-നും ഇടയ്ക്ക് വരുന്ന ജീവനക്കാർ. അതിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരുണ്ട്, സൂപ്പർവൈസർമാരുണ്ട്, അസിസ്റ്റൻറ്റുമാരുണ്ട്, അതുപോലെ തന്നെ സബ് എഞ്ചിനീയർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അക്കൗണ്ടൻ്റ് അസിസ്റ്റൻ്റ്, ഇങ്ങനെ കുറേ വിഭാഗം ആളുകളുണ്ട്. ഇവർക്കെല്ലാം ശമ്പളം കൂട്ടിക്കൊടുത്തിട്ട് 6 വർഷമായെന്നേ. 6 വർഷമായി എഞ്ചിനീയർമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നില്ല. എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവർ. എന്തൊരു ഗതികേടാണ്. മാത്രമല്ല ഇനിയുണ്ട് പരമ്പര, ഗതികേടുകളുടെ പരമ്പരയാണ്. വർഷം തോറും ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ പുതിയതായൊരു എഞ്ചിനീയർ വന്നാലും അയാൾക്കും കിട്ടും 30,000 രൂപ. ഇവിടെ 30,000 രൂപയാണ്. അതേസമയം മധ്യപ്രദേശിൽ 42,700 രൂപയാണ്, 50,000 രൂപയിലേക്ക് പോവുകയാണ്. അതേസമയം ആന്ധ്രാപ്രദേശിൽ 56,044 രൂപയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എഞ്ചിനീയറുടെ കാര്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ബീഹാറിലാണെങ്കിൽ 32,000, പിന്നെ ബീഹാറിലാണെങ്കിൽ 48,372 രൂപയാണ്. പിന്നെ അക്കൗണ്ടൻറ്റ് ഡ്രാഫ്റ്റ്മാൻ എടുത്താലും ഇപ്പോൾ മധ്യപ്രദേശിലെ അസിസ്റ്റൻറ്റ് ഡ്രാഫ്റ്റ്മാന് പോലും 32,500 രൂപയുണ്ട്. പിന്നെ അക്കൗണ്ട് അസിസ്റ്റൻറ്റിന് 32,500 രൂപയുണ്ട്. ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരിക്കൽ ഫിക്സ് ചെയ്തതിന് ശേഷം കൂട്ടി വരുന്നതാണ്. ആനുവൽ ഇൻക്രിമെൻ്റ് എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാർഷികമായിട്ടുള്ള സംവിധാനം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 2 വർഷത്തിലൊരിക്കലെങ്കിലും അവർക്ക് ഇൻക്രിമെൻ്റ് കൊടുക്കണ്ടേ? ഇനി ഇതിലെ ചതി ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്തൊരു ചതിയുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെല്ലാം തന്നെ, ഏത് പദ്ധതി എടുത്താലും അതിൽ 5% മുതൽ 6% വരെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഉണ്ടായിരിക്കും. ഈ 6%, ഇപ്പം തൊഴിലുറപ്പിനാണെങ്കിൽ 6% വലിയ പൈസയാണ്. കാരണം 2 കോടി 3 കോടിയൊക്കെയാണ് ഒരു പഞ്ചായത്തിൻ്റെ പദ്ധതി. അപ്പോൾ 5% 6% വലിയ പൈസയാണ്. ഈ പൈസ എടുത്താണ് 4-5 പേർക്ക് ശമ്പളം കൊടുക്കുക, മറ്റ് ആക്ടിവിറ്റീസ്, സെമിനാർ നടത്തുക, മറ്റൊരുപാട് ആക്ടിവിറ്റി ചെയ്യാനുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റാണ് ഈ 6%. പക്ഷേ തൊഴിലുറപ്പിനെ സംബന്ധിച്ച് വലിയ പൈസ വരും. ചില വർഷങ്ങളിൽ അത് 3%, 4% ഒക്കെ സംസ്ഥാനത്ത് വരുന്നുള്ളൂ. ചില ജില്ലകളിൽ, ചില പഞ്ചായത്തുകളിൽ 6% കൂടുതലും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ 6% വരാത്ത വർഷങ്ങളിൽ, അല്ലെങ്കിൽ 5%, 4%ആണ് കൂടുതൽ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ 6% വരെ ഇൻക്രിമെൻ്റ്, 6% ഇൻക്രിമെൻ്റ് അല്ല, ഈ 6% തുകയ്ക്കകത്ത് നിർത്തിക്കൊണ്ട്, അതായത് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന മൊത്തം വാർഷിക പദ്ധതിയുടെ, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന മൊത്തം പദ്ധതിയുടെ 6% തുക എന്ന് പറഞ്ഞാൽ കോടാനുകോടി രൂപ വരും. അതിനകത്ത് നിർത്തിക്കൊണ്ട് കൃത്യമായി ശമ്പളം കൂട്ടുന്നതിന് ഒരു കേന്ദ്ര നിയമവും തടസ്സമല്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളിത് ചെയ്യില്ല. ഇവിടെ സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി കൗൺസിലുണ്ട്, മന്ത്രി ചെയർമാനായിട്ട്. ആ കൗൺസിലിന് വലിയ അധികാരമാണുള്ളത്. പക്ഷേ കൗൺസിലുകൾ കൂടി തീരുമാനമെടുക്കില്ല. എന്തിനു പറയുന്നു, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർക്ക് പണം കൂട്ടി കൊടുക്കാമെന്ന് അന്നത്തെ പഴയ ജില്ലാ പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ മധു പറഞ്ഞത്, അന്നത്തെ പഞ്ചായത്ത് മന്ത്രിയായിരുന്ന AC മൊയ്തീനോട് പറഞ്ഞത്, റിക്കോളിൽ രേഖപ്പെടുത്തി മിനിറ്റ്സായി അതിനായ പ്രപ്പോസൽ ചോദിച്ചിട്ട് നാളെ ഇതുവരെ തൊഴിലുറപ്പിൽ നിന്ന് ആ പ്രപ്പോസൽ കൊടുത്തിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? ആ പ്രപ്പോസൽ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് ഇൻക്രിമെൻ്റ് ഇല്ല, ആനുവൽ ഇൻക്രിമെൻ്റ് ഇല്ല. 5 വർഷം കൂടുമ്പോഴെങ്കിലും, 3 വർഷം കൂടുമ്പോഴെങ്കിലും, അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ, അല്ലെങ്കിൽ ഓരോ വർഷം ഇൻക്രിമെൻ്റ് കൊടുക്കേണ്ടതാണ്. പോട്ടെ, 2 വർഷം കൂടുമ്പോൾ, 3 വർഷം കൂടുമ്പോൾ ഇവർക്ക് ഇൻക്രിമെൻ്റ് കൊടുക്കണ്ടേ? 5%, 2% കൊടുത്താൽ മതിയോ? 10-25% ഇവർക്ക് ഇൻക്രിമെൻ്റ് കിട്ടണ്ടേ കാലങ്ങൾ ചെല്ലുമ്പോൾ? അപ്പോൾ ഇൻക്രിമെൻ്റ് കൊടുക്കുന്നില്ല. പ്രൊമോഷൻ്റെ വിഷയമില്ല, കാരണം അവർ കോൺട്രാക്ട് എംപ്ലോയീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് പ്രൊമോഷൻ്റെ വിഷയമില്ല. ഇനി 10 വർഷമായാലും ജോലി അനിശ്ചിതത്വമാണ്. 10 വർഷമായാലും ഏത് ദിവസം വേണോ പിരിച്ചുവിടാമെന്നുള്ള അപ്രൈസൽ അനിശ്ചിതത്വമാണ്. നിങ്ങൾ ആലോചിക്കൂ, ചെറുപ്പക്കാരനായ ഒരാൾ ഒരു എഞ്ചിനീയറായി വന്നാൽ, ഡ്രാഫ്റ്റ്മാനായി വന്നാൽ, ഡാറ്റ എൻട്രിക്കാരനായി വന്നാൽ, കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം ജോലി കിട്ടി എന്നുള്ള ആവേശത്തിൽ വീട്ടുകാർ കല്യാണം കഴിപ്പിക്കും. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിച്ചയപ്പിക്കും, ആൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിച്ച് ഒരു കുഞ്ഞുമായി, കുടുംബമായി, അങ്ങനെ തൊഴിലുറപ്പിലെ എഞ്ചിനീയർ എന്നോ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നോ, അസിസ്റ്റൻ്റ് എന്നോ, അക്കൗണ്ട് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് അഭിമാനപൂർവ്വം നാട്ടിൽ സോഷ്യൽ സ്റ്റാറ്റസിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ്റെ ജോലി ഇതാ ഇവിടെ പോകുന്നു. എന്ത് ഉറപ്പാണുള്ളത്? തൊഴിലുറപ്പ് പോലെ ഉറപ്പ് കൊടുക്കണ്ടേ ഈ നമ്മുടെ എടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക്? അവർ തെറ്റ് ചെയ്യുകയാണെങ്കിൽ, അവരെ പെർഫോമൻസ് മോശമാണെങ്കിൽ അത് വേറെയാണ് വിഷയം. അതങ്ങനെയാണല്ലോ സർക്കാരിൽ.
അതുകൊണ്ട് അടിയന്തരമായി തൊഴിലുറപ്പുള്ളിടത്തോളം കാലം ജോലിയിൽ തുടരാനുള്ള സാഹചര്യം കിടക്കണം. ഓരോ വർഷവും ഓരോ നിമിഷവും അവരെ പൂട്ടുകയും ഇറക്കുകയും ചെയ്ത് വലിയ അനിശ്ചിതത്വത്തിൽ കൊണ്ടുപോകുന്നതിൻ്റെ പേരാണ് ആഗോളവൽക്കരണവും കോർപ്പറേറ്റ് വൽക്കരണവും. അത് സർക്കാരിൽ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി സർക്കാർ എണ്ണി ഞാൻ പറയട്ടെ, 1, അവരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണം. 2, അവർക്ക് പ്രൊമോഷൻ സാധ്യതകളെക്കുറിച്ച് ആലോചിക്കണം. 3, അത്തരം ചെയ്യുന്ന എഞ്ചിനീയർമാരായിട്ട് ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് PSC വഴിയൊക്കെ എന്തെങ്കിലും ഒരു ഇവരും സർക്കാർ സേവനം ചെയ്യുന്നവരാണ്. അപ്പോൾ PSCയിലൊക്കെ എന്തെങ്കിലും ഒരു 5%, 2%, 1% റിസർവേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. കാരണം ഈ ജോലി ചെയ്യുന്നവർക്ക് PSC വഴി ജോലി കിട്ടട്ടെ. കാര്യം അല്ലെങ്കിൽ LSTDയിൽ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള 1%, 2%, 5% ഇവർക്ക് ഒരു റിസർവേഷൻ കൊടുക്കണം. എന്തെല്ലാം കാര്യത്തിന് മാർക്ക് കൊടുക്കുന്നു. അങ്ങനെ PSCയിൽ അവർക്ക് ആലോചിക്കാം. അതുപോലെ തന്നെ ഇൻക്രിമെൻ്റ് കൊടുക്കുക, അതുപോലെ തന്നെ ഇവരുടെ ഗ്രാറ്റുവിറ്റിയെക്കുറിച്ച് ആലോചിക്കണം, ലീവിനെക്കുറിച്ച് ആലോചിക്കണം. ചുരുക്കത്തിൽ അവരെ സേവന വേതന വ്യവസ്ഥകൾ ആലോചിക്കാൻ സമയം കഴിഞ്ഞു. ഒരുപാട് സ്റ്റേറ്റുകൾ, നമ്മൾ പിന്നോക്കമെന്ന് പറയുന്ന ബീഹാറിലും മധ്യപ്രദേശിലുമൊക്കെ ഇതിനേക്കാൾ വലിയ പാക്കേജാണ് കൊടുക്കുന്നത്. ഇവിടെ ഇന്നലെ വരുന്നവനും മുമ്പിരുന്നവർക്കും എല്ലാം തുല്യമായി പോകുന്ന വലിയ സ്വാഭാവിക നീതിയുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നാച്ചുറൽ ജസ്റ്റിസ് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ്, ഇല്ലായ്മ കൊണ്ടാണ് ഇവിടെ നമ്മൾ പോകുന്നത്. മലയാളിയുടെ ഒരു പൊതു സ്വഭാവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലിരുന്നാലും ചെണ്ട വിളിക്കും. നമ്മൾ ശവപ്പറമ്പിലിരുന്നു കൊണ്ടും കുറുക്കന്മാർ ഓരിയിടും. ഇതാണ് ഞങ്ങളുടെ കേരളം, വന്നോളൂ കണ്ടോളൂ എന്ന് പറഞ്ഞ്. അത് വേണ്ട. ഓരിയിടലുകൾക്കും വിളികൾക്കുമെല്ലാം അപ്പുറം ചില കാര്യങ്ങൾ ആലോചിക്കുക. ഇനി ഇതിലെങ്ങനെയാണ് ഈ 5% തുക പെട്ടെന്ന് 5%ത്തിൽ എത്തിയില്ലെങ്കിൽ സർക്കാർ ഈ ചേട്ടന്മാർ എത്തിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു വേറെ വീഡിയോ ചെയ്തു തരാം. അത് താഴെയുള്ള പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പുകാരുടെ പ്രശ്നമല്ല, അത് മുകളിലുള്ളവരുടെ പ്രശ്നമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ പാർக்கலாம்.